റീനീറ്റിന് വേണ്ടി എൻ്റെ എല്ലാ മക്കളും നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ സാർ പ്രതീക്ഷിക്കുന്നു. ഈ പഠിക്കുന്നതിനിടയ്ക്ക് ചില സാധനങ്ങൾ നമ്മൾ വിട്ടുപോകാറുണ്ട്. അതൊന്നും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് മക്കൾ ഈ ചെറിയ വീഡിയോ. നമ്മൾ ഫസ്റ്റ് നീറ്റ് ഈ മാർക്ക് കുറഞ്ഞവരെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നീറ്റ് നമുക്കൊരു പാഠമാണ്. ആ പാഠത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തിരുത്തിയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും MBBS എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് തിരിച്ചെത്താനുള്ള ദൈവം കൊണ്ടു തന്ന പടച്ചം കൊണ്ടു തന്ന രണ്ടാമത്തെ ചാൻസാണ് റീനീറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി വേറെ അതിനെക്കുറിച്ച് ചർച്ചയോ ലഹളയോ കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. റീനീറ്റ് NTA റീനീറ്റ് നടത്താൻ തീരുമാനിച്ചു. ഇനി ആരൊക്കെ എന്തൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. നല്ല മാർക്കുള്ളവരും കുറഞ്ഞ മാർക്കുള്ളവരും എന്തായാലും റീനീറ്റ് എഴുതണം. റീനീറ്റാണ് നമ്മുടെ കടമ്പ. അതിലൂടെ നല്ല മാർക്ക് വാങ്ങിക്കുന്നവർക്ക് മാത്രമേ ഇനി MBBS കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് നീറ്റിൽ മാർക്ക് കുറഞ്ഞവർ വീണ്ടും അതേ മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കുക. വീണ്ടും വീഡിയോ കാണുന്നു, അന്തം വിട്ട് കൺസെപ്റ്റ് ഇല്ലാതെ വീഡിയോ കാണുന്നു, ചുമ്മാ നോട്ട് എഴുതി ഉണ്ടാക്കുന്നു, ചുമ്മാ ഇക്വേഷൻ കാണാതെ പഠിക്കുന്നു, ചുമ്മാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളവർ ആ മിസ്റ്റേക്കുകൾ ഒഴിവാക്കുക. എന്താ നിങ്ങൾക്ക് മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അത് തിരുത്താൻ ശ്രമിക്കുക. ചിലപ്പോൾ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാത്തതായിരിക്കാം, ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതായിരിക്കാം, പഠിച്ചതൊന്നും ഓർമ്മ വരാത്തതായിരിക്കാം, കുറേ ഉറക്കം മുളച്ചതായിരിക്കാം, ഇക്വേഷൻസ് ഒന്നും ഓർമ്മ വരാത്തതായിരിക്കാം, വീക്ക് ടോപ്പിക്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നതായിരിക്കാം. എന്ത് മിസ്റ്റേക്ക് ആണെങ്കിലും അത് തിരുത്തി വീണ്ടും നിങ്ങൾക്ക് ഉയർന്നു വരാനുള്ള ചാൻസാണ് റീനീറ്റ്. അത് മനസ്സിലാക്കുക. അതേ സാധനം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഒന്നും റീനീറ്റ് മാറ്റം വരാൻ പോകുന്നില്ല. തിരുത്തിയിട്ട് വീണ്ടും എഴുതുന്നവന് വീണ്ടും ഒരു രണ്ടാമത് ജന്മമാണ് റീനീറ്റ് എന്ന് പറഞ്ഞാൽ. രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് വേഗം പറയാം. 500 മാർക്കിൽ കുറവുള്ളവർക്ക് ഞാൻ വേഗം ഒന്ന് പറയാം. ഇനി ഒരു 30 ദിവസം ഉണ്ടെങ്കിൽ ഇനിയുള്ളൊരു കാലയളവിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക. രാവിലെ 6 മണിക്ക് എണ്ണിറ്റൊന്നിരിക്കട്ടെ, രാത്രി 12 മണി വരെ നിങ്ങൾ പഠിക്കുന്നിരിക്കട്ടെ. ഈ സമയത്ത് ഫുള്ള് റിവൈസ് ചെയ്യുക. ഇക്വേഷൻസ്, NCERT ലൈൻ ബൈ ലൈന് വേഗം ഓരോരോ ചാപ്റ്റർ പഠിച്ചെടുക്കാൻ നോക്കുക. മിനിമം ബാക്കിയുള്ള 20 ദിവസം ഉണ്ടല്ലോ, 20 ദിവസം രാവിലെ മുതൽ 6 മണി മുതൽ 1 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. എന്നിട്ട് 2 മണി മുതൽ 5 മണി വരെ നിങ്ങൾക്ക് മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. ആദ്യത്തെ 10 ദിവസം ഫുൾ റിവിഷൻ ആക്കിക്കോ. പിന്നുള്ള 20 ദിവസത്തിൽ മോക്ക് എക്സാമുകൾ കൂടെ ഉൾപ്പെടുത്തണം. 2 മണി മുതൽ 5 മണി വരെ യഥാർത്ഥ എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് രാത്രി ഇരുന്നിട്ട് അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കിട്ടാത്തത്, ഏതൊക്കെ ടോപ്പിക്കിലാണ് ഞാൻ വീക്ക് ഉള്ളത്, ഏത് ഇക്വേഷനാണ് കറക്റ്റ് ഓർമ്മ വരാഞ്ഞത്, വീക്ക് ടോപ്പിക്കുകൾ സ്ട്രോങ് ഒക്കെ ആക്കാനുള്ള സമയം അതിനുവേണ്ടി ചിലവാക്കാം. മോക്ക് എക്സാം ചുമ്മാ അറ്റൻഡ് ചെയ്യാനല്ല നമ്മൾ ഉപയോഗിക്കുക. ഒരു മോക്ക് ഇന്നെടുത്തു, ആ പേപ്പർ അവിടെ ചുരുട്ടിക്കൂട്ടി, അടുത്ത മോക്ക് നാളെ എടുക്കുന്നു, പേപ്പർ ചുരുട്ടിക്കൂട്ടി. മാർക്ക് നമുക്ക് കൂട്ടാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ അതിൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യനുകൾ എന്താണ് എനിക്ക് അറിയാത്തത്, ഏത് ക്വസ്റ്റ്യൻ അറിയാത്തത്, അത് സോൾവ് ചെയ്തിട്ട് വേണം അന്ന് മക്കളെ കിടക്കാൻ. 12-1 മണിയാണെങ്കിൽ പോലും ആ മോക്ക് എക്സാം നിങ്ങൾ 5 മണിക്കുള്ളിൽ എടുത്തതിൻ്റെ മാർക്ക് ആദ്യം ഒന്ന് കൂട്ടി നോക്കിക്കോ, പ്രശ്നമില്ല. എന്നിട്ട് അതിൽ കിട്ടാത്ത ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ സകല ക്വസ്റ്റ്യൻ്റെയും ആൻസർ കിട്ടിയിട്ട് വേണം. അതേപടി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ എഴുതുമെന്ന കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ അന്ന് കിടന്നുറങ്ങാൻ. ഇനി 500-ന് മുകളിലേക്ക് മാർക്കുള്ളവരോട് പറയാം, അത്യാവശ്യം സ്കോറുള്ളവരോട് ഞാൻ പറയാം, നിങ്ങൾ ഫുൾ എന്ത് ചെയ്യണം, റിവിഷനായിട്ട് ഫുൾ ഒരു ദിവസം മാറ്റി വെക്കണ്ട. രാവിലെ റിവൈസ് ചെയ്യുന്നു, മോക്ക് എക്സാം എഴുതുന്നു, അനലൈസ് ചെയ്യുന്നു കേട്ടോ. അത് എന്താ മിസ്റ്റേക്ക് അനലൈസ് ചെയ്യുന്നു. ഇനി എല്ലാ ദിവസവും മോക്ക് എക്സാം എടുക്കാൻ ഞാൻ പറയുന്നില്ല. ഒന്നിടവിട്ടെങ്കിലും 1 ഡേ ഗ്യാപ്പിലെങ്കിലും മോക്ക് എക്സാം എഴുതുക. 1 ഡേ ഗ്യാപ്പിലെങ്കിലും മോക്ക് എക്സാം എഴുതുക. ഇന്നിപ്പം ജൂൺ 1 ജൂൺ 1 എടുത്താൽ അടുത്ത ജൂൺ 3 എടുക്കാനെങ്കിലും നോക്കുക, പിന്നെ 5 എടുക്കുക. ആ ഗ്യാപ്പിനുള്ളിൽ ഫുൾ റിവൈസ് ചെയ്യാൻ വേണമെങ്കിൽ മോക്ക് എക്സാം നിർബന്ധമാണ്. 500 കുറവുള്ളവർക്കും 500 കൂടുതലുള്ളവർക്കും മോക്ക് എക്സാം നിർബന്ധമാണ്. 500 കുറവുള്ളവർ കുറച്ച് റിവൈസ് ചെയ്തിട്ട് മോക്ക് എഴുതിയാൽ മതി. 500 കൂടുതലുള്ളവരോ മോക്ക് എക്സാമിലൂടെ റിവൈസ് ചെയ്യുക. മോക്ക് എക്സാം എന്ന് പറഞ്ഞാൽ റിവിഷൻ ചെയ്യാൻ നല്ലൊരു സാധനമാണ്. നമ്മൾ ഇത്ര നാൾ നമ്മൾ പഠിക്കില്ലേ, ചില സാധനങ്ങൾ തലയിൽ കാണും. മോക്ക് എക്സാം എഴുതുമ്പോൾ എത്രമാത്രം ഓർമ്മയുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ചുമ്മാ പഠിച്ചുകൊണ്ട് കാര്യമില്ല. മോക്ക് എക്സാമിലൂടെ റിവൈസ് ചെയ്യുക. മോക്ക് എക്സാം കഴിഞ്ഞ് പേപ്പർ അനലൈസ് ചെയ്യുക. 1 ഡേ ഗ്യാപ്പെങ്കിലും, എന്നും എടുത്താൽ നല്ലതാണ്, 1 ഡേ ഗ്യാപ്പിലെങ്കിലും മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങളാണ് വേഗം പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. സെയിം മിസ്റ്റേക്ക് ആവർത്തിക്കില്ലേ. സെയിം മിസ്റ്റേക്ക് ആവർത്തിച്ചാൽ നീറ്റിൻ്റെ ഫസ്റ്റ് നീറ്റിൽ അതേ ട്രോമ നിങ്ങൾക്ക് റീനീറ്റിലും വരും. സെയിം മിസ്റ്റേക്ക് ആവർത്തിക്കില്ലേ, റീനീറ്റിലെ അതേ ട്രോമ ഇവിടെ വരും. നീറ്റിലെ അതേ ട്രോമ റീനീറ്റിലും വരും. മക്കളെ ഞാൻ പറയാണ്, 1 സൊല്യൂഷൻ ഉള്ളി. ഇത്രയും കൊല്ലത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാം. ഇനിയുള്ളതിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താ, മോക്ക് ടെസ്റ്റ് എടുക്കുന്നു, റിവൈസ് ചെയ്യുന്നു, റിവിഷൻ ചെയ്യുന്നു. മോക്ക് ടെസ്റ്റ്, മോക്ക് റിവിഷൻ മോക്ക് മെയിൻ. ആ മക്കളെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉള്ള മോക്ക് എടുക്കുക. ചുമ്മാ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉള്ള മോക്ക് എക്സാം എടുക്കാതിരിക്കുക. അത്യാവശ്യം ലെവലുള്ള പേപ്പറിലുള്ള മോക്ക് എക്സാം എടുക്കുക. കുറേ കിട്ടും, നമുക്ക് നമ്മുടെ ആപ്പിലൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ട്. ഓക്കെ, എടുക്കുക, നല്ലപോലെ പഠിക്കുക. ഈ ഒരു ചെറിയ കാര്യം പറയാനാണ് മക്കളെ വീഡിയോ ചെയ്തത്. എല്ലാവരുടെയും പഠിത്തം എങ്ങനെ പോകുന്നുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.